മലപ്പുറത്ത് നിന്നും കാസർകോട്ടേക്കുള്ള സോളാർ യാത്രയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുപ്പം പാലമാണ്. കുപ്പം പാലത്തിൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിലെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അതേ ശൈലിയിലും ആകൃതിയിലുമാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്. 1957 അന്നത്തെ ഗതാഗത മന്ത്രി ടി മജീദാണ് ഈ പാലം നിർമ്മിച്ചത്. കണ്ണൂരിനെയും പയ്യന്നൂരിനെയും ബന്ധിപ്പിക്കുന്നതിൽ ഈ പാലം പ്രധാന പങ്കുവഹിക്കുന്നു. എന്ത് മനോഹരമാണല്ലേ നമ്മുടെ നാട്! തോടുകളും പുഴകളും നദികളും കായലുകളും കടലും. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇതിനേക്കാൾ മനോഹരമായിരിക്കും നമ്മുടെയൊക്കെ പരിസരത്തെ മേൽക്കൂരകൾ. സോളാറിനെ കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടാവും. ഈ പാലം കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന മുഹിയുദ്ദീൻ മസ്ജിദിന്റെ സോളാർ കാഴ്ചകളിലേക്ക് നമുക്കൊണ്ട് പോകാം. സോളാർ യാത്രയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മുക്കുന്നു ജുമാ മസ്ജിദിലാണ്. ഇവിടെ നമ്മളൊരു 10 കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ജുമാ മസ്ജിദിൻ്റെ ജനറൽ സെക്രട്ടറി ഉസ്മാൻ മാസ്റ്റർ നമ്മോട് കൂടെ ഉണ്ട്. പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് അദ്ദേഹം നമ്മോട് ഷെയർ ചെയ്യും. സോളാറിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ആയിട്ടില്ല, കാരണം 2 ആഴ്ചയായിട്ട് ഇവിടെ കണക്ഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബില്ലുകൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. സോളാറിൻ്റെ കാര്യം ഇവിടെ ബോസ് പറഞ്ഞതുപോലെ 1-2 മാസത്തിനുള്ള നമ്മളതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിങ്ങൾക്ക് മുമ്പിൽ പറയും. പക്ഷേ കണക്ടിവിറ്റിയും ബാക്കി എക്സസ് വളരെ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും വളരെ സ്പീഡായിട്ട് തന്നു. വന്ന സ്റ്റാർട്ടിങ് ദിവസം കാലാവസ്ഥ കുറച്ച് പ്രതികൂലമായിട്ടും അന്നിവിടെ അവർ എക്സെപ്റ്റ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ ഇത് പൂർത്തിയാക്കി തന്നു. മറ്റൊരു കാര്യം പറഞ്ഞതിലും നേരത്തെ തന്നെ നമുക്ക് കണക്ഷൻ തരികയും ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് നിങ്ങളൊരു എക്സ്പീരിയൻസ് ഒന്ന് സൈൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. അതിലൂടെ തന്നെ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും അടുത്തുള്ള പള്ളിക്കാരൊക്കെ ഇത് തീർച്ചയായിട്ടും ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. 1-2 പള്ളിക്കാർ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ കൂടുതൽ ആൾക്കാരിലേക്ക് അതിനുശേഷം എത്തിക്കുന്നതായിരിക്കും. മറ്റൊന്നത് പള്ളിയുടെ കാര്യമുണ്ട്. കൂടുതലൊരു ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ബാക്കിയുള്ള ഭാവിയിലുള്ള സർവീസ് കാര്യത്തിൽ നിങ്ങൾ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലാണ് നമ്മളെ കാര്യം. കാരണം കമ്മിറ്റി നിലനിൽക്കില്ല, ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പഴയ ആൾക്കാരെ പറയിപ്പിക്കാത്ത രീതിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 9 കൊട്ടേഷൻ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അതിൽ 8 കിട്ടിയിരുന്നു. അതിൽ ഏറ്റവും നിങ്ങളെക്കാൾ 10-15 രൂപ കുറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പിലുള്ള പാനലുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് സപ്ലൈ. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് ഫാസ്റ്റ് സർവീസും അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് KSEB ഓഫീസിൽ പോകേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടില്ല. അത് നിങ്ങളെ തീർച്ചയായും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കുപ്പം പാലത്തിനടുത്ത് മുക്കുന്നു ജുമാ മസ്ജിദിൽ നമ്മൾ സ്ഥാപിച്ച 10 കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റാണ് ആ കാണുന്നത്. ദിവസവും ഒരു 40 മുതൽ 60 യൂണിറ്റ് വരെ കറണ്ട് പ്രൊഡക്ഷൻ ചെയ്ത് KSEBക്ക് കൈമാറുന്ന പ്ലാന്റാണ്. ഇവിടെ 19,000 രൂപയൊക്കെ കറണ്ട് ബില്ല് വരുന്ന ഒരു പള്ളിയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്.